This is gonna be a special vlog, guys. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ പാടൊന്നും ഇല്ല, പക്ഷേ which way? Come on. പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് വഴി തെറ്റി. Let's go. It was crazy, means oh my god. It was a quality time inside. I don't know he's gonna take this, you know. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നതെങ്കിലും actually it smells so good. How is Bilbao? This is called the car life. Pin drop silence. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു റോഡ് ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് ട്രിപ്പിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ശരിക്കും ഇത് രണ്ട് രാജ്യങ്ങളാണെങ്കിലും ഇത് ഫ്രാൻസും അതുപോലെ തന്നെ ഇത് സ്പെയിനുമാണ്. ഞങ്ങൾ താമസിക്കുന്നത് ശരിക്കും ഈ സ്ഥലത്താണ്. ഇവിടെ നിന്ന് സ്പെയിനിലേക്ക് ഏകദേശം 250 കിലോമീറ്റർ മാത്രമാണ് ബോർഡർ ക്രോസ് ചെയ്യാനുള്ളത്. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സാൻ സെബാസ്റ്റ്യനും ബിൽബാവോ ആണ്. അപ്പോൾ ഈ ഒരു റോഡ് ട്രിപ്പിൽ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്ന ഒരു റെന്റേ കാറിലാണ്. ശരിക്കും പറഞ്ഞാൽ ബുക്കിംഗ്.com വഴിയാണ് ഞങ്ങൾ ഈ കാർ ബുക്ക് ചെയ്തത്. നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ 1 വർഷം വരെ എനിക്കിവിടെ വണ്ടി ഓടിക്കാം. റെന്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ കാര്യത്തിലും. പക്ഷെ അതെല്ലാം ക്ലിയർ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വണ്ടി കിട്ടി. എയർപോർട്ടിന്റെ തൊട്ട് മുന്നിൽ തന്നെ കാണുന്ന ഓക്കെ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഈ കാർ റെന്റിനെടുത്തത്. ബുക്ക് ചെയ്തതിനെക്കാട്ടിയും കുറച്ച് അധികം യൂറോ കൊടുക്കേണ്ടി വന്നു. ഇവിടെ ദൂരം വളരെ കുറവാണെങ്കിലും സ്പെയിൻ മറ്റൊരു രാജ്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നെങ്കിൽ പ്രത്യേകം ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. 16,000. You are fully covered. Like you can crash the car. We don't have to pay anything. എമി പറഞ്ഞതുപോലെ കാർ ഫുള്ളി ഇൻഷുർഡ് ആണ്. എങ്ങാനും ഇനി കാർ ക്രാഷ് ആയാലും we don't need to worry about that. Part to Spain. Okay guys, let's go for the first drive in Europe. Okay. Wow. Oh my god, like there is no handbrake. There's no handbrake. So I think this is the handbrake. Are you sure? I'm not sure about anything, but this is a trial. It's kind of like same, but little problem ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ പാടൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചെറിയൊരു കാൽക്കുലേഷൻ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൈ ഇവിടെ വരണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഞങ്ങൾ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. So the main task here is like we have to be on the right speed. Like in some places it should be like 100 km/h. One place it's 30 km/h. It's kind of like confusing. I miss India. So we're on the highway. That's spraying. Oh my god. It was crazy. It was crazy means oh my god. It was so much raining and she's making me so anxious. I was like totally confused with the hand and the side and the rain and the speed. Oh my god, but it was good and I'm alive. The main other issue is like we can't stop like in between. There should be like some places like this and it's so beautiful with some nice washrooms. ചെറിയൊരു ബ്രേക്ക് എടുത്തതിനു ശേഷം വീണ്ടും സാൻ സെബാസ്റ്റ്യനിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് വഴി തെറ്റി. ആക്ച്വലി ലൈക്ക് ഐ ഡിഡ്ന്റ് ടേക്ക് സം ഓഫ് ദ എക്സിറ്റ്സ്. സോ നമ്മൾ ചില എക്സിറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് പോകേണ്ടി വരും. അവസാനം പക്ഷെ നമ്മൾ കറങ്ങി തിരിഞ്ഞൊരു സ്ഥലത്തെത്തി.
It's quite amazing. ഓറിയോ സ്പെയിനിലെ ഒരു മനോഹരമായ കോസ്റ്റൽ ടൗൺ ആണ്. കൺസിസ്റ്റന്റ് അറ്റ്ലാന്റിക് സ്വെൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ സർഫ് ചെയ്യാൻ വളരെ അനുയോജ്യമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് മീൻ പിടിക്കാൻ പോകണമെന്നാണ്. അല്ല, ഇത് ശരിക്കും അവരുടെ ഒരു പ്രാക്ടീസ് സെക്ഷനാണ്. Look at that. Yeah, another team coming. It's a girls team. ഓറിയോ ശരിക്കും സ്പെയിനിലാണെങ്കിലും അത് ബാസ്ക് കൺട്രിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ബാസ്ക് കൺട്രി എന്ന് പറയുന്നത് പ്രത്യേക ഒരു സാംസ്കാരിക പ്രദേശമാണ്. ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഇടയ്ക്കാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നല്ല മഴയും തണുപ്പും ആയതുകൊണ്ട് തന്നെ ചൂടോടുകൂടി 2 കാപ്പിയും കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. വളരെ ജനത്തിരക്ക് കുറഞ്ഞ ഒരു ടൗൺ ആണ് ഓറിയോ. കുറച്ചൊക്കെ ഫ്രഞ്ച് പഠിച്ചു വന്നപ്പോൾ ഇപ്പോൾ എല്ലാം സ്പാനിഷിലാണ്. സോ ദിസ് ഈസ് വെയർ വി ആർ റൈറ്റ് നൗ. ദിസ് ഈസ് ദ ബീച്ച് വി സീൻ. മറ്റൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, ഇവിടെ ഉള്ളവർക്ക് തണുപ്പൊന്നും ഒരു വിഷയമേ അല്ല. സർഫ് ചെയ്യുന്ന ഒരു പ്രോപ്പറായിട്ട് വെറ്റ്സ്യൂട്ടൊക്കെ ഉപയോഗിച്ചാണ് സർഫ് ചെയ്യുന്നത്. ജനത്തിരക്ക് കുറവാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. This is all about Oreo. So let's move to another place. Maybe we'll go to Bilbao. Bilbao. Let's go Bilbao. Okay, that's all from Rio. Let's move to another place. നിങ്ങൾ എപ്പോഴെങ്കിലും രാജ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാണ് രാജ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലേക്ക് ബോർഡർ കയറിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന പോലെയാണ് ഫ്രാൻസിൽ നിന്നും സ്പെയിനിലേക്ക് പോകാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് തിരുവനന്തപുരവും കൊച്ചിയും രണ്ട് രാജ്യമായിരുന്നല്ലോ. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ബാലൻസിയാഗയുടെ ഒരു മ്യൂസിയം ഉള്ളത്. അവിടെ കയറാൻ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്തു. രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ മഴയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സൂര്യപ്രകാശം കണ്ടപ്പോൾ നമ്മൾ രണ്ടുപേരും വണ്ടിയിൽ ചാടി ഇറങ്ങി ഈ ബീച്ച് നോക്കി നിന്നു കുറച്ചു നേരം. പുറത്തിറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ച് കാറിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡ് അന്വേഷിച്ചാണ് ഈ പോകുന്നത്. കാരണം രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട്. Actually it smells so good. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞങ്ങൾ രണ്ടുപേരും കണ്ട ആദ്യത്തെ കടയിൽ തന്നെ ചാടിക്കയറി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ എല്ലാ ഫുഡും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മീറ്റും ഫിഷും ആണ് ഇവിടുത്തെ പ്രധാന ആഹാരം. അതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അതെല്ലാം ആഡ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഷസ് ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിയത് ഇതും അതുപോലെ തന്നെ ഇതുമാണ്. യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും മിനിമം ഒരു ചർച്ചെങ്കിലും കാണും. ഇവിടെയും കണ്ടുവരണം. ചർച്ചിന്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകൾ അടുക്കിയിട്ടേക്കുന്നത് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻസിയാഗ മ്യൂസിയം. ബാലൻസിയാഗ രൂപം കൊണ്ടത് ഈ മണ്ണിൽ നിന്നാണ്. ശരിക്കും ചരിത്രമുറങ്ങുന്ന മണ്ണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ മ്യൂസിയത്തിന് പറയാം. ക്രിസ്റ്റബൽ ബാലൻസിയാഗ യൂസ് ചെയ്തിരുന്ന ആദ്യത്തെ ടൂൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബാലൻസിയാഗ ഔട്ട്ഫിറ്റ് ഇട്ട് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ആളുകൾ നോക്കുന്നതാണ് ഈ കാണിക്കുന്നത്. This all happened in 1958. സാധാരണയായിട്ട് ഞാനങ്ങനെ മ്യൂസിയങ്ങളിലൊന്നും പോകാറില്ല. പക്ഷെ ഈ ഒരു വിസിറ്റിന് ശേഷം എനിക്ക് മ്യൂസിയങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയധികം നോളജാണ് ഈ മ്യൂസിയങ്ങളിൽ നിന്ന് കിട്ടുന്നത്.
ഒരു ഔട്ട്ഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് എന്തോരം എഫേർട്ട് അവർ ഇടുന്നുണ്ട്, ഏതൊക്കെ ഫാബ്രിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ മ്യൂസിയം. ശരിക്കും ഈ ഒരു മ്യൂസിയം കണ്ടു തീർക്കാൻ ഞങ്ങൾക്ക് 3 മണിക്കൂർ എടുത്തു. കാരണം അതിനു മാത്രം കണ്ടന്റ് ആ മ്യൂസിയത്തിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഓരോ ഔട്ട്ഫിറ്റിൻ്റെയും ഫാബ്രിക്സ് ഇതുപോലെ സൂം ചെയ്ത് കാണാൻ പറ്റുമെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ബാലൻസിയാഗയുടെ മെയിൻ അതിൻ്റെ യുണീക്ക് ഡിസൈൻ തന്നെയാണ്. അത് അവർ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ കാണിക്കുന്നുണ്ട്. ബാലൻസിയാഗയുടെ ആദ്യകാലങ്ങളിലെ സ്കെച്ചസ് ആണ് ഈ കാണുന്നത്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള സ്ക്രാച്ചിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ഡെസ്റ്റിനേഷനായ ബിൽബാവോയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഫുൾ വ്ലോഗ് ഒറ്റ വീഡിയോ ആയിട്ട് ഇറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓൾറെഡി തന്നെ ടൈം ഒരുപാട് കൂടുതലായി. സോ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. കീപ് വാച്ചിങ് ഗൈസ്.